എയ്ഡഡ് സ്കൂളുകളുടെ മറവിൽ അധ്യാപന നിയമന കച്ചവടം. റിപ്പോർട്ടർ SIT പരമ്പര എയ്ഡഡ് കൊള്ള തുടരും. തൃശൂരിൽ 3 എയ്ഡഡ് സ്കൂളുകളുടെ മറവിൽ 114 അധ്യാപകരെ ലക്ഷങ്ങൾ വാങ്ങിപ്പറ്റിച്ച് അധ്യാപക കൊള്ള നടത്തിയ മാനേജർ VC പ്രവീണിനെതിരായ വിജിലൻസ് റിപ്പോർട്ടറിന് ലഭിച്ചു. സഹകരണ ബാങ്കിൽ 6 കോടി രൂപയുടെ ഇടപാടാണ് സർക്കാർ ഉദ്യോഗസ്ഥനായ VC പ്രവീൺ നടത്തിയത്. ഇല്ലാത്ത തസ്തികയിലേക്ക് ലക്ഷങ്ങൾ വാങ്ങി നിയമനം നടത്തുന്നുണ്ടെന്ന് അനധികൃത അവധിയിൽ തുടരുകയാണെന്നും വിജിലൻസ് കണ്ടെത്തി. എന്നാൽ കേസെടുക്കാതെ വകുപ്പ് തല അന്വേഷണത്തിന് മാത്രം ശുപാർശ ചെയ്ത റിപ്പോർട്ട് VC പ്രവീണിനെ തൊടാനായില്ല. റിപ്പോർട്ടർ SIT അന്വേഷണം തുടരുന്നു. എയ്ഡഡ് കൊള്ള. ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും VC പ്രവീണിനെ വെള്ളപൂശിയ വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ഈ വിജിലൻസ് റിപ്പോർട്ട് VC പ്രവീൺ എന്ന അധ്യാപക നിയമന കൊള്ളക്കാരന് സഹായമായി. ഇപ്പോഴും യഥേഷ്ടം ഇല്ലാത്ത തസ്തികകളിലേക്ക് ലക്ഷങ്ങൾ വാങ്ങി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോഴും. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ കൊടുത്ത പരാതിയെ തുടർന്നാണ് VC പ്രവീണിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയത്. എറണാകുളത്തെ വിജിലൻസ് സ്പെഷ്യൽ സെല്ലാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗുരുതര കണ്ടെത്തലുകളാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. തൃശ്ശൂരിലെ വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിൽ 2012 അക്കൗണ്ട് തുടങ്ങി 2020 ക്ലോസ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും 5,66,00,000 രൂപയുടെ ഇടപാട് ഈ ബാങ്ക് വഴി നടത്തിയതായി വിജിലൻസ് കണ്ടെത്തി. വിദേശത്ത് പോകാനെന്ന പേരിൽ അവധിയെടുത്ത് തുടരുന്നത് അനധികൃത അവധിയാണെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ നിലവിലില്ലാത്ത തസ്തികകളിലേക്ക് നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തി. ഗുരുതരമായ ഈ 3 കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും വെറും വകുപ്പ് തല അന്വേഷണത്തിന് മാത്രമായിരുന്നു വിജിലൻസ് ശുപാർശ. ലാബ് അസിസ്റ്റന്റായ ഒരു സാധാരണ സർക്കാർ ജീവനക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുപോയ 6 കോടി രൂപയെക്കുറിച്ച് ഒരു പരാമർശവുമില്ലാതെ ഒരു നടപടിയും എടുക്കാതെ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചു. സർക്കാരിനെ പറ്റിച്ചെടുത്ത അവധി അനധികൃതമാണെന്ന് കണ്ടെത്തിയിട്ടും ക്രിമിനൽ കേസെടുക്കാൻ വരെ ശുപാർശയില്ല. ഇല്ലാത്ത തസ്തികകളിലേക്ക് പണം വാങ്ങി നിയമനം നടത്തിയെന്ന് കണ്ടെത്തിയിട്ടും വിജിലൻസ് കേസ് പോലും എടുത്തില്ല. ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും വകുപ്പ് തല അന്വേഷണത്തിന് മാത്രം ശുപാർശ ചെയ്തുകൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. ഇത് VC പ്രവീൺ എന്ന അധ്യാപക നിയമന കൊള്ളക്കാരന് കൂടുതൽ സഹായകരമായി. ഇല്ലാത്ത തസ്തികകളിലേക്ക് ലക്ഷങ്ങൾ വാങ്ങി ഇപ്പോഴും പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് VC പ്രവീൺ എന്ന മാനേജർ. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. TV പ്രസാദ്, നമ്മൾ പുറത്തുവിട്ട വാർത്തയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ TV പ്രസാദിനെ തൊടാൻ ആർക്കും മടിയാണ്. TV പ്രസാദിന് അത്രമേൽ സ്വാധീനമുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഈ പ്രവീൺ എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഈ പകൽക്കൊള്ള പോലെ ഈ നിയമനക്കൊള്ള നടത്തുന്നത് VC പ്രവീൺ? TV പ്രസാദ്. അരുൺ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് VC പ്രവീണിനെ തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ പുറത്തു കൊണ്ടുവന്നത് തൃശ്ശൂർ ജില്ലയിലെ കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ സ്കൂളുകളിലായി 114 അധ്യാപകരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി അവരെ വർഷങ്ങളോളം പണിയെടുപ്പിച്ച് 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ വാങ്ങിയ പണം പോലും തിരിച്ചു കൊടുക്കാതെയുള്ള പറ്റിക്കലിൻ്റെ ഒരു കഥയായിരുന്നെങ്കിൽ ഇനി വരാനുള്ള ദിവസങ്ങളിലുള്ളത് അധികം കുട്ടികളെ തല കാണിച്ചും അതുപോലെ തന്നെ സർക്കാർ ഫണ്ട് വെട്ടിച്ചും ഇല്ലാത്ത 8ാം ക്ലാസ് വരുമെന്ന് പറഞ്ഞൊക്കെ നടത്തിയിട്ടുള്ള വിപുലമായ തട്ടിപ്പുകളാണ്. ആ തട്ടിപ്പുകളിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നതെന്നും ഹൈക്കോടതി വിധികളെ എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നുമുള്ള വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പുറത്തേക്ക് വന്നത്. ഇന്നലെ നമ്മൾ കൊടുത്ത വാർത്ത കണ്ടാൽ ആളുകൾക്ക് സംശയമുണ്ടാകും. ഇത് സംബന്ധിച്ചൊരു പരാതിയും ഉണ്ടായിരുന്നില്ലേ, ഒരു അന്വേഷണവും ഉണ്ടായിരുന്നില്ലേ എന്നുള്ള സംശയമുണ്ടാകും സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെയാണ് 2ാമത്തെ ദിവസം VC പ്രവീണിനെതിരായ വിജിലൻസ് റിപ്പോർട്ട് തന്നെ നമ്മൾ കാണിക്കുന്നത്. വിജിലൻസ് റിപ്പോർട്ടിൽ അരുൺ ഏറ്റവും ഗുരുതരമായ 3 കണ്ടെത്തലുകളുണ്ട്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ അനധികൃതമായ അവധിയിൽ നിന്നുകൊണ്ടാണ് ഈ സ്കൂളുകൾ വാങ്ങിയതെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. അന്തിമ റിപ്പോർട്ടിന് മുമ്പ് മറ്റൊരു ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ചട്ടത്തിൽ ഇളവ് ചെയ്തുകൊണ്ടാണ് ഈ സ്കൂളുകൾ വാങ്ങാനുള്ള അനുമതി ഉണ്ടായത് എന്നുള്ളത്. അരുണിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സർക്കാർ ജീവനക്കാരന് എയ്ഡഡ് സ്കൂൾ വാങ്ങാൻ കഴിയില്ല. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ VC പ്രവീണിന് ഇളവ് നൽകി കൊടുത്തു. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ അനധികൃത അവധിയിലിരിക്കെയാണ് ഈ സ്കൂളുകൾ വാങ്ങിയത് എന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിൽ 2012 VC പ്രവീൺ
2020 ക്ലോസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ 8 വർഷത്തിനിടയിൽ 6 കോടി രൂപയുടെ ഇടപാട്, കൃത്യം പറഞ്ഞാൽ 5,66,00,000 രൂപയുടെ ഇടപാട് വി സി പ്രവീൺ നടത്തി. ഒരു സ്കൂളിൽ ലാബ് അസിസ്റ്റൻ്റായ ഒരു സാധാരണ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജീവനക്കാരന് എങ്ങനെ 6 കോടി അക്കൗണ്ടിൽ വന്നു എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണവും വിജിലൻസിൻ്റെ ഭാഗത്തുനിന്നില്ല. അതിൻ്റെ ഒരു തുടർച്ചയുമില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിരവധി ആളുകളിൽ നിന്ന് ഇല്ലാത്ത തസ്തികകളിലേക്ക് പണം വാങ്ങി ആളുകളെ നിയമിച്ചു എന്ന് വിജിലൻസിൻ്റെ കണ്ടെത്തലുണ്ട്. ഇത്ര ഗുരുതരമായ 3 കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും ഒരു കേസ് പോലും എടുക്കാതെ വകുപ്പ് തല അന്വേഷണത്തിന് മാത്രമാണ് ശുപാർശയുള്ളത്. വകുപ്പ് തല അന്വേഷണം വി സി പ്രവീണിനെതിരെ പലതവണ നടന്നതാണ്. ഹിയറിംഗ് നടക്കും. ഏറ്റവും അവസാനം വിദ്യാഭ്യാസ വകുപ്പിനോട് തീരുമാനമെടുക്കാൻ പറയും. വിദ്യാഭ്യാസ വകുപ്പും വി സി പ്രവീണും ഒത്തുകളിച്ച് അത് സോൾവ് ആക്കും. ഇതാണ് സംഭവിക്കുന്നത്. അരുൺ, സംസ്ഥാനത്തെ നിരവധി സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. തൃശ്ശൂരിലെ 3 സ്കൂളുകൾ നടത്തുന്ന ഒരു മാനേജറുടെ കഥയല്ല, വരും ദിവസങ്ങളിൽ അതും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. തീവെട്ടി കൊള്ളയാണ് ചില എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിന്റെ മറവിൽ നടക്കുന്നത്. താങ്ക് യു ടി വി പ്രസാദ്. എന്തുകൊണ്ടാണ് ടി സി പ്രവീണിന് ഈ അർത്ഥത്തിൽ വലിയ പരിരക്ഷ, ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നത് എന്നത് ചോദ്യമാണ്. ടി വി പ്രസാദ് പുറത്തു കൊണ്ടുവന്ന ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാവും. ഒരു ലാബ് അസിസ്റ്റന്റ് ആയിരിക്കുന്ന ഒരാൾക്ക് ഒരു സഹകരണ സ്ഥാപനത്തിൽ 6 കോടിയുടെ ഇടപാട് നടത്താൻ എങ്ങനെ കഴിഞ്ഞു? 114 അധ്യാപകരെ പറ്റിച്ച് അവരിൽ പലർക്കും ജോലി കൊടുക്കാതെ അവരിപ്പോൾ തെരുവിൽ പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അങ്ങനെ ലക്ഷങ്ങൾ കോഴ കൊടുത്ത് എയ്ഡഡ് സ്ഥാപനം തുടങ്ങുന്ന ചില മാനേജ്മെന്റ് ഉണ്ട്. ആ മാനേജ്മെന്റുകൾ അതിൽ തന്നെ കബളിപ്പിരി നടത്തുന്ന ഒരു കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടി സി പ്രവീണിന് എന്തുകൊണ്ട് ടി സി പ്രവീണിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാവുന്നില്ല? വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങുന്നു. വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? ആരാണ് ടി സി പ്രവീണിന്റെ ഗോഡ്ഫാദർ? ചോദ്യമാണ്.